ഹലോ ഗൈസ്, ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഈദ് മുബാറക്ക്. നിങ്ങൾക്കെല്ലാം പെരുന്ന ഇന്നലേനു, ഞങ്ങൾക്ക് പെരുന്ന ഇന്നാണ്. ഇന്നലെ പ്രത്യേകിച്ച് പെരുന്നാന്ന് പറഞ്ഞ് നമുക്ക് എന്തും ചെയ്യാനുണ്ടായിട്ടില്ല. ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുത്ത് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി, അത്രമാത്രം. ശരിക്കുള്ള ഞങ്ങളെ പെരുന്നാൾ വരുന്നത് ഇന്നാണ് ഞങ്ങൾ എല്ലാവർക്കും, ഞാനും റസിയും കൂടിയിട്ട് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കുള്ള പെരുന്നാളിൻ്റെ വൈബ് എന്ന് പറയുന്നത് ഇനിയായിരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വരുന്ന ഇന്നാണ്. ഇപ്പോൾ സമയം കാലത്ത് ഒരു 5:45 6 മണിയാവാനായിട്ടുണ്ട്. 6:40 ട്രെയിനിൻ്റെ അങ്ങോട്ടേക്ക് പോകാനത്. ഇന്ന് പോയെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരും. മറ്റന്നാൾ നമുക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ബേം പോയിട്ട് വരും. അതുകൊണ്ട് കുറേ ദിവസം നിൽക്കൊന്നുമില്ല, ബേം പോയിട്ട് വരും. ഞങ്ങൾക്ക് ഇപ്പോൾ സ്റ്റഡി ലീവ് വന്നിട്ടും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗായിരിക്കും ഞാൻ പെരുന്നാളിൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ശരിക്കും പെരുന്നാളിൻ്റെ പിറ്റേസം. പക്ഷെ നമുക്ക് ശരിക്കും പെരുന്നാളിൻ്റെ പിറ്റേസമാണ് പെരുന്നാൾ. കാരണം ഞങ്ങൾ നാട്ടിൽ പോകുന്നതാണ്. ശരിക്കും പെരുന്നാളിന് ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല കാണിക്കാൻ, ഒന്നുമില്ല. രാവിലെ എണീച്ച് പിന്നെ ഫുഡ് ഉണ്ടാക്കി, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു മണിയാകുമ്പോഴേക്ക് ഞാൻ ഡ്രസ്സ് ചെയ്ത്, അതിന് മുമ്പ് ഡ്രസ്സ് ഇട്ട് എന്നിട്ട് ഓള് പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത്, എന്നിട്ട് ഒരു മണിയാകുമ്പോഴേക്ക് ഞാൻ ഡ്രസ്സാക്കാൻ കഴിഞ്ഞ്, എന്നിട്ട് ഒരു 2 മണിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുങ്ങിയിട്ടും ഫോട്ടോസ് എടുത്തിട്ടുമായി. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്ന്, എന്നിട്ട് ഒരു 4:30 ആകുമ്പോഴേക്ക് എണീച്ച്, എന്നിട്ട് ഞങ്ങളുടെ നേരെ നൈബേഴ്സിന് 2 വീട്ടിലോട്ടേക്ക് പെരുന്നാളിൻ്റെ അപ്പോൾ കൊണ്ടുപോയി കൊടുത്ത്. അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഈ വ്ളോഗ് എടുത്തിട്ട് ഇട്ടാൽ നിങ്ങൾ എന്നെ അടിക്കൂലേ? ഒരു സാധനമില്ല, വെറുതെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ പോകുന്ന വ്ളോഗ് എടുക്കാം. കാരണം വീട്ടിൽ പോകുന്നതിന് നമുക്ക് കുറേ സംഭവം നിങ്ങൾക്ക് കാണിക്കാനുണ്ടാവും. നമുക്ക് മാമനയുടെ പോകണം, സുബേദയുടെ പോകണം, കുറേ ഇടത്തേക്കെല്ലാം പോകണം. പെരുന്നാളിൻ്റെ നമ്മളെല്ലായിടത്തും പോകില്ല, അങ്ങനെ നമുക്കും പോകാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും വ്ളോഗിൽ തന്നെ കാണിക്കും. അത് ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. നമ്മത്തെ പോർക്ക് ഒരു 10 മണിക്ക് മുമ്പേ എത്തിന്. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ 3ാമത്തെ ഏട്ടത്തിൻ്റെ ഒരു മാസ് എൻട്രിയാണ്, ബാഗും തൂക്കി പിടിച്ചിട്ട്. ഓൾക്കെന്തോ 2 ദിവസത്തേക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പമ്പെല്ലാം കാണിച്ചിട്ടാണ് ഇപ്പോൾ കിഞ്ഞി വരുന്നുള്ളത്. അങ്ങനെ സാജി എത്തി. സാജിക്ക് എത്ര ദിവസം ലീവ്? സാജിക്ക് 2 ദിവസം ലീവ്. സാജി എത്തി. ഐഷു വരുമ്പോ എന്നാ കരച്ചലാന്ന്. ഐഷോ വരുമ്പോ കരിഞ്ഞോണ്ട് വന്ന് സാജി. ഹലോ. നേരെ ഐഷാരൊക്കെ വന്നേ. അങ്ങനെ ഞങ്ങളെ പോലെ മീൻ മാർക്കറ്റിനാട്ടിക്കാളും എന്താ ഭയാനകരമായിരിക്കും. കാരണം ഈടുള്ള അത്ര സൗണ്ട് ഒന്നും ചെല്ലാൻ കഴിയല. അത്രക്കും ആൾക്കാരും ഇതായി ആരും നമ്മളെ 5 പെണ്ണൊക്കെ മാത്രം, ഭാവി പോലും ഇല്ല. പക്ഷെ അപ്പം ഇത്ര എല്ലാവരും പോലെ ഉറപ്പുള്ളറെല്ലാം അയച്ചാകുമ്പോ ഇനി ഞങ്ങൾ എല്ലാവരുടെ പണിയെന്ന് പറയുന്നത് ഫിത്തിനെ പറയാനിരിക്കലാണ്. ഇപ്പം ഇന്നിങ്ങനെ ചോറ് വയ്ക്കാനായിരിക്കും എനിക്ക്. ഈ സമയം നമ്മളിങ്ങനെ ഫിത്തിനെ പറയുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ വോയിസ് ഒക്കെ ഇവിടെ കട്ടാക്കി. അങ്ങനെ നിങ്ങൾ കേൾക്കണ്ടല്ലോ ഞങ്ങൾ ആരെ കുറിച്ചിട്ട് ഫിത്തിനെ ചെല്ലിയെന്ന്. നമ്മ ഇപ്പം എന്തായാലും 5 പെണ്ണൊക്കെ ഉണ്ട്. ഇനി എല്ലാവരും കുറിച്ചിട്ട് നമ്മൾ ചെല്ലും, എല്ലാവരും കുറിച്ചിട്ട് ബിസിയാക്കി എല്ലാം ഉണ്ടാവും. സാജിൻ്റെ 2 മക്കും ഓളൊന്ന് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മൂത്ത് കുറച്ച് ബലത്തായത് കൊണ്ട് അത് മാറി നിന്നിട്ടുണ്ടേ. അതൊക്കെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ പുള്ളറിൽ ഉമ്മ മറന്നതിനെ പറ്റി പിടിച്ചേക്കൂലേ. ഒക്കെ ചൂട്ടി വരുന്നറിയോ. ഇതിപ്പോൾ എൻ്റെതായാലും ഞാനിങ്ങനെ ചവിട്ടി മാറ്റിട്ടി അല്ല അങ്ങനെ ചെല്ലുന്നു. പക്ഷെ എനിക്കെന്തും ഇഷ്ടമില്ല. പിന്നെ പറയുന്നത് ഫാൻസീൻ്റെ ഈ പെണ്ണുകളുടെ റൂമൊക്കെ ഇങ്ങനത്തെ ഫാൻസി ഇതെല്ലാം കാണുമ്പോൾ ഒരു ഇത് എൻ്റെ മുളക്കമ്മയും കാണോ അങ്ങനത്തെ ഇവിടെ കിട്ടുന്നില്ല. അത് ആ ഒരു ടോക്കാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂർ അങ്ങനത്തെ നല്ല ഫാൻസ് കിട്ടുന്നില്ല. അതിങ്ങനെ കിട്ടാണ്ട് ഒരു ഷോപ്പിൽ കയറി റസിക്ക് ആ ഷോപ്പിൽ നിന്ന് സാധനം എടുക്കണം. 2-3 ഷോപ്പ് കയറിയിട്ട് ഇങ്ങനെ അങ്ങനെ ആൽച്ചനാക്കിയിട്ട് എടുക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഓൾക്ക് വേറെ നമുക്ക് കണ്ണൂരൊന്നും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, ഡ്രസ്സ് കിട്ടുന്നില്ല. പക്ഷേ ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. വ്ളോഗില് കൂടിനാ ഇപ്പൊ ചെട്ടുംകുയിൽ അറിയപ്പെടുന്ന വ്ളോഗർ. സാജിന്റെ മാപ്പിള ഓൾക്കില്ലേ ചെരുപ്പ്, ദുബൈന്ന് കൊണ്ടുകൊടുത്ത ചെരുപ്പ്. ഈ ചെരുപ്പ് ഇട്ടിട്ടില്ല, ബമ്പാക്കാതില്ല, ആക്കാത്ത ബമ്പില്ല. ചളിഞ്ഞ
ചള്ളിഞ്ഞ കോമഡി ചള്ളിഞ്ഞ കോമഡി നിന്റെ ഭാര്യയുടെ പല്ലല്ല കാണുന്നത് നീ വായി തുറക്കണ്ടെന്നെങ്കിൽ ഞങ്ങ ബെല്ല എന്തോ മരുന്നെത്തി പോന്ന പോലെ വീഡിയോ എടുക്കേ എല്ലാരും എന്തോ അടിയിൽ കൊടുത്ത് പോന്ന് ഓക്കെ അങ്ങനെ തന്നെ എടുക്കുന്നത് കിളി കൂട്ടിട്ട് അത് മറ്റേ അപ്പോ സാജിന്റെ രണ്ടാമത്തെ കപ്പ് ബായ് കൊളക്കാൻ തുടങ്ങി. സോ സാജി ഫ്രീ പായുണ്ടാ ഈ ആരാന്റെ ഒക്കെ നീ കൊറേ തിന്നതാന്ന് തിന്നിട്ടായിട്ട് അങ്ങനെ ചെല്ലിങ്ങ മതിയല്ലോ. പച്ച കിട്ടിയാ സുബൈദാന്റെ പോലെ ഉണ്ട്. അതിന്റെ ഇടയിൽ നീ സുബൈദാക്കിട്ട് താങ്ങി സുബൈദ മറുപടി കൊടുക്കുന്നില്ലേ? പോന്നെ തായുണ്ട് ഞാൻ വരുന്നേ തായ നല്ലോണം ഉണ്ട് എല്ലാം കൊണ്ടില്ല കൂടെ എപ്പോഴും കേറുന്നല്ലോ ഒക്കെയാന്നേ. പക്ഷെ ഞാൻ കിട്ടിയ ഞങ്ങക്ക് നല്ല പൊത്ത കിട്ടിയ ചീഞ്ഞോളതൊന്നും 100 തരുന്നെങ്കിൽ ഞാൻ തിന്നു ഉറപ്പ്. 100 നീ തിന്നോ? നിങ്ങക്ക് വെറുതെ വേണ ഞാൻ പിള്ളേരെ പാറാട്ടം കണ്ട നീ എന്തിനാ തിന്നത്? 20 ഓന് എടുത്തിട്ടില്ലേ തിന്ന്. നീ അങ്ങനെ ചില പാടുന്ന ഓന് തിന്നില്ലേ? സാജി പെരുന്ന പൈസ 500 rupees. 500 rupees. പച്ചി ഇപ്പൊ ഗൂഗിൾ പേ ആക്കുന്നുണ്ട്. നീ 500 rupees. 500 rupees. ചെറിയ പെരുന്ന പൈസ കൊടുക്കണോ? എനിക്കറിയാല. നീയല്ലേ എന്ത് മങ്ങനെ കഴിഞ്ഞത് മാത്രം. നമ്മൾ പെരുന്ന പൈസ എല്ലാം കൊടുക്കാറാണ്. പക്ഷേ എൻ്റെ പൊരിൽ ഞാൻ എല്ലാവരും നിന്ന് കുത്തിരി പിടിച്ചിട്ട് വാങ്ങലാന്ന്. എനിക്ക് എൻ്റെ പെരുന്ന പൈസ വേണമെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കുന്നത് ഞാൻ റസിനെയായിരിക്കും. റസിനെ പിഴിഞ്ഞു മേടിക്കും. ഗൈസ് ഞങ്ങളങ്ങനെ പൊരുക്ക് വന്നിട്ട് കുറേ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാമാൻ്റെ അടുക്ക് പോകാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഇരിക്കുന്നത്. മാമാൻ്റെ അടുക്ക് പോയിട്ട് സുബൈദാൻ്റെ അടുക്ക് പോയിട്ട് മാമൻ്റെ അടുക്ക് പോയിട്ട് സുബൈദാൻ്റെ അടുക്ക് പോയിട്ട് ബാബിൻ്റെ അടുക്കെല്ലാം പോകാനുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ഇത് ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന വല്ല നോക്കുന്നു. എന്ത് ഫാത്തിമ വിളിച്ച്. അപ്പൊ നമ്മൾ എന്തായാലും പോന്നെ. ഇപ്പൊ എല്ലാരും ഉണ്ട്. പോപ്പാ ഞാൻ വണ്ടി എടുത്തെങ്കിൽ പിന്നെ ചെല്ലണ്ട. അങ്ങനെ നമ്മൾ ഫസ്റ്റായിട്ട് സുബൈദാൻ്റെ അടുക്കെത്തി. ഓളടുക്കത്തിട്ട് ഓളെ ഫസ്റ്റ് ചക്ക നോക്കലാന്ന്. ഈ പ്ലാവ് ഇപ്പം ഇങ്ങനെ ഇല്ല, അതിൻ്റെ തലേന്ന് ഇപ്പോൾ പൊളിഞ്ഞിട്ട് വീണു. ഓള് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട് പൊളിഞ്ഞിട്ട് വീണത്. സംഭവം അറ്റത്ത് ചക്ക പിടിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് വെയിറ്റ് കൂടുതലായിട്ടാണ് പൊളിഞ്ഞിട്ട് വീണ്. സുബൈദ റിയാസ് അവളുടെ കോവയ്ക്ക ഹാർവെസ്റ്റ് ചെയ്യുകയാണ്. സുബൈദ ഇതിനെ കുറിച്ച് 2 വാക്ക് പറയൂ. അതെ നീ ഇത് എപ്പോഴാണ് താങ്കൾ എപ്പോഴാണ് ഇതിനെ നട്ട് വളർത്തിയത്? അറിയില്ല. ഇതില് എടുത്ത് പറിച്ചു തിന്നാണ് നല്ല ടേസ്റ്റ്.
കോവയ്ക്ക മാത്രമല്ല ഓളെ ടെറസിൽ കയറിയിട്ട് ഓളെ തൈലുണ്ടായിരുന്ന പേരക്ക പറിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓളെ പേരക്ക. ഇത് സംഭവം ഈ സുബിത് എന്ത് നട്ടം കാവക്കുണ്ട്, അതാണ് അവളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഞാനൊന്നും നടക്കൂല നട്ടം കാവലൂല, പക്ഷെ ഓള് നട്ടങ്ങ് എന്തുണ്ടെങ്കിലും പിടിക്കും. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ റംബൂട്ടാൻ. ഇത് സംഭവം നമ്മൾ ബഡ് ചെയ്തോ ക്രാഫ്റ്റ് ചെയ്തോ തൈയൊന്നും അല്ല, വിത്ത് ഇട്ടിട്ട് മുളച്ചിട്ട് ഇപ്പം ഇത്ര വലുതായിട്ട് പിടിച്ചിട്ട് മാഷാ അല്ലാ. ഓളെ പേരുന്ന ഡ്രസ്സ് നോക്കടിന്റെ പേരുന്ന ഡ്രസ്സ്. ഓ ഇതാ നീ കടക്കാരിയ ഡ്രസ്സും ചൊല്ലിക്കോളുണ്ടായത്. രസമുണ്ട്. ഇവളെ വരുന്ന എൻ്റെ ഡ്രസ്സും കണ്ടിട്ട് നമ്മൾ നേരെ പോയത് മാമാൻ്റെ അടുക്കാണ്. ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ തറവാട്. അവിടെ എൻ്റെ ഉമ്മാമ്മ ഇരിക്കുന്നുണ്ട്. ഉമ്മാമ്മല്ല, നമ്മ പറയില്ല മാമാന്ന്. ഇതെൻ്റെ ഒരു കാക്കാൻ്റെ പോരാ. അത് മഴക്കാലത്ത് വരണം അല്ലേ? മഴക്കാലത്ത് ചെറുപ്പത്തിൽ കുറേ കളിച്ച സ്ഥലമാണ്. പക്ഷെ ഞാൻ എത്ര കളിച്ചിട്ടില്ല. റസിയൊക്കെ ഇത് കാക്കാൻ്റെ പോര. ഗേറ്റ് എടുക്കട്ടോ. റസിനെ എപ്പോൾ റസി ഇങ്ങോട്ടേക്കല്ലേ വരുന്നേ? ഇന്ന് ഇവിടെ ആരും ആ സിസ്റ്റർ വന്നത് എല്ലാവരും കാണാൻ കൂടാത്തല്ല. പക്ഷെ അമ്മ ഇന്ന് വന്നിട്ടാകുമ്പോൾ ആരുമില്ല. വീട്ടിലേക്ക് പോയി. അമ്മ ഇവിടെ ബാക്കി, അമ്മ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു. ചല ആടെ മാമ ഉണ്ട്, മൈനുണ്ട്. മെയിന് മാമ, അതായത് നമ്മളെ അല്ല നിങ്ങളുടെ ഉമ്മാമ്മ, അമ്മമ്മ എന്നെല്ലാം പറയൂലേ, ആ അത് ഉമ്മാൻ്റെ തറവാട്. അങ്ങോട്ട് നോക്കും. ഉപ്പാടെ ഇരുന്നിട്ട് ഉപ്പ എൻ്റെ വ്ളോഗിൽ ഒരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് പോയിട്ട് കൂടിയിട്ട് വന്നിട്ട് 2 ദിവസമായി. ഇന്നാണ് ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ ബാക്കി ഞാൻ എടുത്തിട്ടില്ലല്ലോ വ്ളോഗ്, മറ്റേ മിനി വ്ളോഗ് എടുത്തത് ബാക്കി എന്തോ എടുത്തിട്ടാലോ എന്ന്. പക്ഷേ അതിന് ശേഷം നമ്മളെവിടെ പോയിട്ടില്ല, നേരെ പൊരുക്കുന്നത് മാമൻ്റെ അടുക്ക് പോയിട്ട് നേരെ പൊരുക്കുന്ന വന്ന്. അതുകൊണ്ട് എന്തോ എടുത്തിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം വരുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല, അങ്ങനെ ബാക്കിയായി. ഇതുകൊണ്ടാണ് ഞാനങ്ങനെ ലോങ് വീഡിയോസ് ഇടാത്തത്. മനസ്സിലായി നിങ്ങൾക്ക്? എനിക്ക് ലോങ് വീഡിയോസ് എടുക്കുന്നത് അത്ര തലക്ക് പൊട്ടുന്നേയില്ല. ഇതുവരെ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ട് ശരിക്കും ഇതെങ്ങനെ എടുക്കുന്നതിന്. ഒന്നാമതില്ലേ, ഈ യൂട്യൂബിൽ നിന്ന് കളിക്കണം. അതായത് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ ഇങ്ങനെ സ്ട്രാറ്റജിയൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അന്നെങ്കിൽ നമുക്ക് ഓർക്കെല്ലാം സെറ്റ് മനസ്സിലാക്കാൻ എല്ലാം ഉണ്ടാവും. പക്ഷെ എന്നെ പോലത്തെ ഈ ബഗിടന്മാർ, അതായത് സമയമില്ലാത്ത ബഗിടന്മാർ, സമയമില്ലാന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് കോളേജിലുള്ളതുകൊണ്ടാട്ടാ. ഇപ്പോൾ കോളേജിൽ സെം എക്സാം അത് ഇത് മറ്റേ പക്ഷേ കഴിഞ്ഞ മാസം ഏകദേശം എത്ര എക്സാംസ് ചെയ്തത് എനിക്കെന്നറിയില്ല. അങ്ങനെ കുറേ ഇതെല്ലാം നമുക്കില്ലേ, നമുക്കിത് അത്ര വലിയ ചിന്ത എത്തുന്നില്ല. ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നത് മിനി വ്ളോഗിലിട്ടാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ വലിയ വ്ളോഗ് ഇടാനൊന്നും അത്ര വലിയ കഴിയുന്നില്ല. ഇനി അതൊന്നും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അതൊന്നും ഒരു എക്സ്ക്യൂസസ് അല്ല എന്ന് എനിക്കറിയാം. എന്നാലും അത് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാനും ഇനി ഒരു നല്ലൊരു വ്ളോഗ് ഞാൻ എടുത്തുകൊണ്ട് വരാം. എൻ്റെ എക്സാംസൊക്കെ കഴിയട്ടെ. ഇനി ഒരു എക്സാമെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു വ്ളോഗായിട്ട് വ്ളോഗ്സും കാര്യവും പിന്നെ യൂട്യൂബിൽ കുറച്ചും കൂടി ആക്റ്റീവ് ചെയ്യാൻ ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ. പക്ഷെ അതൊന്നും എനിക്ക് നടത്താൻ പറ്റിയിട്ടില്ല. കാരണം ഒരു തിരക്കായി, അത് ഇത് തേങ്ങ മാങ്ങ മറിച്ചതെല്ലായി. ഇനി എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ പാട് ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. ഇൻറ്റേൺഷിപ്പ് കഴിയാനൊന്നും കാക്കുന്നില്ല, എക്സാം കഴിയാൻ മാത്രം. എക്സാം കഴിഞ്ഞിട്ട് ഐഷത്ത് സഫാൻ ഒരു തിരിച്ച് വരവുണ്ട് ഇൻഷാല്ലാ. ആ സമയത്ത് ഞാൻ ഒരു ഗോൾ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത്ര എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കവർ ചെയ്യാൻ നോക്കണം. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുവരേക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.